ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളായ പ്രേക്ഷകരുടെ മനസ്സിൽ സ്വാഭാവികമായും ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തി ദൈവസ്നേഹികളായ ദൈവമക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 60-ൽ പരം എപ്പിസോഡുകളിൽ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തരുവാൻ പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകരുമായ ഡോക്ടർ ബാബുജാൻ വേട്ടമല സാറിന് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവം സഹായിച്ചു. ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായി മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് പ്രോഗ്രാം സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19, 20, 21 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ദൈവനിപ്പത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം തുടങ്ങിയവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിത്യത നഷ്ടമാകും എന്നതാണോ? തേജസ്കരണം നടക്കയില്ല എന്നതാണോ? ഗുഡ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെയാണ് എൻ്റെ ആൻസർ. ഒന്ന്, നിത്യത നഷ്ടമാകും. നിത്യത നഷ്ടമാകുമെന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പമുള്ള നിത്യതയാണ്. വേറൊരു നിത്യതയുണ്ട്, നിത്യനരകത്തിൽ സാത്താനോടൊപ്പം. അത് നിത്യതയാണ്, അത് നഷ്ടപ്പെടത്തില്ല കേട്ടോ, അത് നഷ്ടപ്പെടത്തില്ല. ഇനി തേജസ്കരണം. തേജസ്കരണം എന്ന് പറയുമ്പം ഒരു സീരീസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഒരു ദിവസമല്ല തേജസ്കരണം. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം കൊണ്ട് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ തീർക്കേണ്ട ഒരു ദൈവത്തിന്റെ ലോങ് ടേം പ്രോജക്റ്റാണ് തേജസ്കരണം എന്ന് പറയുന്നത്. ഇത് നടക്കത്തില്ല, തീർച്ചയായിട്ടും നടക്കത്തില്ല. അതിന് വേറൊരു കാര്യം, സാധാരണ പൗലോസ് ഈ 2 പ്രാവശ്യം പറയാറില്ല. ഇത് പറഞ്ഞു എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന്, അങ്ങനെ അവസാനിക്കുന്നത്. എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട്, മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്നു പറഞ്ഞാൽ, there is double assurance. You will never enter into the kingdom of God. പക്ഷെ അന്നത്തെ ഒരു അപകടം എന്ന് പറയുന്നത്, the most dangerous thing എന്ന് പറയുന്നത്, അതിൻ്റെ recognition of the problem and then applying the solution എന്നുള്ളതാണ്. Recognizing the problem and applying the solutions. ഈ പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം. ഇത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ദൈവമക്കളായി, ക്രിസ്തുവിന്റെ രക്ഷിതാവായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു, സഭയിൽ പോയി അഭിഷേകം പ്രാപിച്ചു, സഭയിലെ വിശ്വാസികളായിട്ട് അവർ പറയുന്ന എല്ലാ പ്രോഗ്രാമിലും സംബന്ധിച്ച് ചാടിക്കല്ലുടെ കൊച്ചിരാമെന്ന് പറയും, കൊച്ചിരാമൻ മണ്ടേ കൂടെ ചാടി ഇല്ലേ പരിപാടി ഒപ്പിച്ചു, ആത്മീയനാണ്. ഫെയർ ഇനഫ്. അപ്പം ബാക്കി ഇനിയും കർത്താവ് ഒരു കാഹളം കൂടെ കൊണ്ട് സ്വർഗത്തിൽ നിന്ന് വന്ന് ഒറ്റ ഊത്ത് വിളിക്കുക, പുള്ളി കൊണ്ട് ചാടി അങ്ങ് വീണ്ടും പറഞ്ഞിടുമേ ഞാനും എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തൊന്ന് സൂക്ഷിച്ചു നോക്കാം ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെ. എൻ്റെ കയ്യിൽ ഇപ്പം എനിക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് വായിക്കാമോ ആ Galatians chapter 5 verse 19, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി. എടുക്കണേ. ദി വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്. ജഡം എന്ന് പറയുമ്പം ശരീരം എന്നല്ല എൻ്റെ അർത്ഥം. ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ് എന്ന, ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ് എന്ന,
ജഡത്തിന്റെ ഞാൻ നമ്മുടെ അഭിലാഷം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. പറഞ്ഞു. അങ്ങനെ എനിക്കൊരു ഭാര്യ വേണം, ഉം. എൻ്റെ നീഡ് ഓഫ് ദ ബോഡിയാണ്. ഉം. കാണുന്ന പെണ്ണുങ്ങളെല്ലാം പുറകെ വേണം, അത് ഡിസയർ ഓഫ് ദ ഫ്ലഷ് ആണ്. ഉം. അപ്പോൾ ഇനി നമ്മൾ 1 by 1 ആയിട്ട് എടുക്കണം. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളത് നമ്മൾ അതിനെ ഡിസയർ ഓഫ് ദ ഫ്ലഷ് എന്ന് പറയുന്നു. ഒന്ന് ദുർനടപ്പ്, നമ്മളത് അശുദ്ധി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല. 2 അശുദ്ധി. അശുദ്ധി. ഈ അശുദ്ധി എന്താണെന്നുള്ളത് നമ്മൾ വേദപുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിൽ വിശുദ്ധിയുടെ പ്രമാണം എഴുതിയിട്ടുണ്ട്. ഉം. ഡോക്ട്രിൻ ഓഫ് ഹോളിനെസ്. ഉം. ഈ ഡോക്ട്രിൻ ഓഫ് ഹോളിനെസ് എഴുതിയിട്ടത് പഠിക്കാത്തത്തോളം കാലം ഉം. നീ അശുദ്ധനാണോ വിശുദ്ധനാണോ നിനക്ക് തന്നെ അറിയത്തില്ല. ഉം. ഒരു ദൈവത്തിൽ ബന്ധത്തിയിരിക്കുന്ന വളരെ വിഷമകരമായൊരു ഘട്ടമാണിത്. ഇത് ഉം. വിശുദ്ധിയുടെ പ്രമാണം ഉം. ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. ഉം. അത് പഴയതിലല്ലയോ. ഉം. നമുക്കത് മാത്രമല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനെ പുതിയ നിയമത്തിൽ എടുത്തിട്ട് പറഞ്ഞു ഉം. ആ വിശുദ്ധിയുടെ പ്രമാണം ഇവിടെ അതുപോലെ ആപ്ലിക്കബിൾ ആണെന്ന്. ഉം. ഇതുപോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ. ഉം. അതാ ലേവ്യ പുസ്തകത്തിൽ വിശുദ്ധിയുടെ പ്രമാണം മുഴുവൻ പറഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് നിങ്ങളും വിശുദ്ധനായിരിക്കും. അപ്പം അവരുടെ ഏറ്റവും വലിയ സ്ട്രെസ്, യഹൂദന്മാരുടെ സ്ട്രെസ് ഊന്നി പറയുന്ന പ്രമാണം വിശുദ്ധിയുടെ പ്രമാണമാണ്. കാര്യം വിശുദ്ധിയുടെ പ്രമാണം വിട്ടാൽ ദൈവം പാളയം വിട്ടുപോകും, ദൈവം അതിൻ്റെ തള്ളികളയാ. പക്ഷെ നമ്മൾക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് ഒരു ന്യൂജൻ ചേർച്ച് അല്ലെ പെൻഡകോസ്റ്റൽ ബിലീവേഴ്സ്, പണ്ടത്തെ ഇപ്പോഴത്തെ ഡോക്ട്രിൻ ഓഫ് ഹോളിനെസ് നമ്മൾ പ്രസംഗിക്കുന്നത് നമ്മളിപ്പം അപ്പം ഒരു ലൈഫ് ടൈമിൽ ഒരിക്കൽ പോലും ഡോക്ട്രിൻ ഓഫ് ഹോളിനെസിൻ്റെ പ്രസംഗം കേട്ടില്ലാത്ത ആളുകളാണ് നമ്മുടെ വിശ്വാസികൾ മജോറിറ്റി. അപ്പോൾ അവരെങ്ങനെ അറിയും അവർ വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം? അത് ദൈവമക്കൾ വന്നെത്തിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. എ വെരി വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ വിശുദ്ധിയുടെ പ്രമാണം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്നത്. കാരണം ഇതെല്ലാം പഠിച്ചു, സ്റ്റുഡൻസ് എല്ലാം പഠിച്ചു, സുവിശേഷങ്ങൾ മുഴുവൻ പഠിച്ചു, എപ്പിസോഡ്സ് പഠിപ്പിച്ചു, മുഴുവൻ പഠിച്ചു. പക്ഷെ ഡോക്ട്രിൻ ഓഫ് ഹോളിനെസ് അവൻ അറിയത്തില്ല. അവൻ അറിയുന്നില്ല അവൻ അശുദ്ധനാണെന്നുള്ള കാര്യം. ദൈവപ്രവൃത്തി അവന് നടക്കുന്നില്ല. അവൻ അശുദ്ധനാണ്, ദൈവപ്രവൃത്തി അവന് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് പിശാച് അവൻ്റെ അകത്ത് കയറിയിട്ട് വേറൊരു ആത്മാവിനെ കൊടുക്കും. അവൻ നയിക്കപ്പെടുന്ന അശുദ്ധിയുടെ ആത്മാവിനാലാണ്. ഈ അശുദ്ധിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10-14 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇതവൻ ചെയ്തുകൊണ്ടേയിരിക്കും. തുറന്നുറപ്പ് ഞാൻ പറഞ്ഞു അശുദ്ധി. മൂന്നാമത്തേത് ദുഷ്കാമം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലത് അല്ലേ. അടുത്തത് വിഗ്രഹാരാധന, ഐഡൽ വേർഷിപ്പ്. അടുത്തത് ആഭിചാരം. അപ്പം ആഭിചാരം ഈ മന്ത്രവാദം കൂടോത്രന്നൊക്കെ അവിടെ കേട്ടോ. അപ്പം നമ്മൾ പറയും ഞാൻ ആർക്കും ഇതിനായിട്ട് ആഭിചാരം ചെയ്യാറില്ല. ഞാൻ ക്ഷുദ്രമോ മന്ത്രവാദങ്ങളോ ഒരു ക്ഷേത്രത്തിൽ പോയി നേർച്ച കൊടുക്കുകയോ അവനെതിരായിട്ട് നേർച്ച നേരുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഗുഡ്, നീ നല്ല ദൈവവേദന. അടുത്തത് മത്സരം. ശ്രദ്ധിച്ചോണേ, മത്സരം ആഭിചാരം പോലെ. ഒരാൾ പറഞ്ഞു ഞാൻ ആഭിചാരം ചെയ്യുന്നില്ല, വേണ്ട. ആർ യു എ റിബല്യസ് ക്യാരക്ടർ? Are you a rebellious character is the question. നീ ഒരു റിബല്ലിയസ് ക്യാരക്ടർ ആണെങ്കിൽ you are worse than a person who is committing this witchcraft. വിഷ്ക്രാഫ്റ്റ് ചെയ്യുന്നവനെക്കാട്ടിൽ കുറ്റക്കാരനാണ് നീ. ആര്? നീ റിബല്ലിയസ് ക്യാരക്ടർ. അടുത്തത് പക.
അയ്യോ, എൻ്റെ ആയുസുരവനോട് ഞാൻ ക്ഷമിക്കാം, എൻ്റെ ആയുസും അല്ലേ. അടുത്തത് പിണക്കം. വിശ്വാസികളുടെ ഉണ്ടോ? അടുത്തത് പിണക്കം. മിണ്ടത്തില്ല. അവരെ കാണുമ്പോഴേ മിണ്ടണമെന്നുള്ളതുകൊണ്ട് നേരത്തെ ഒഴിഞ്ഞങ്ങ് പൊക്കോളും. അടുത്തത് ജാരശങ്ക. വേണ്ട, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേണ്ട. അടുത്തത് ഓക്കെ. ക്രോധം. എൻ്റെ കർത്താവേ, അങ്ങോട്ട് ഗർജിച്ചാലുണ്ടല്ലോ. അടുത്തത് ശാഠ്യം. ശാഠ്യം. ശാഠ്യം എന്ന് പറഞ്ഞാൽ വഴക്കാ. എന്ത് പറഞ്ഞാലും വഴക്ക് 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 വഴക്ക്, സമാധാനം കൊടുക്കത്തില്ല. അടുത്തത് ദ്വന്ദ്പക്ഷം എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷം, രണ്ട് ആ രണ്ട് പക്ഷക്കാരും പക്ഷം. ഈ പക്ഷക്കാരും. സഭയ്ക്കകത്ത് വിശ്വാസികൾ രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞു, രണ്ട് പാനലിലായിട്ട് തിരഞ്ഞു നിന്ന് ഇലക്ഷൻ പ്രചരണം നടത്തിയിട്ട് വോട്ട് പിടിക്കുക. ദ്വന്ദ്പക്ഷം. ഇങ്ങനെ നീ ദ്വന്ദ്പക്ഷം ചേർന്നാൽ കിട്ടണം, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. രണ്ട്, ആ പാനലിൽ ഒരു പാനലിന് വോട്ട് ചെയ്താൽ ഞാൻ ഒരു സഭയുടെ വിശ്വാസിയാണ്. ഞങ്ങളുടെ സഭയുടെ ലീഡർഷിപ്പിന് വേണ്ടി രണ്ട് പാനലായിട്ട് തിരിഞ്ഞ് അവര് ഇലക്ഷൻ നടത്തുക. ഞാൻ പോയി വോട്ട് ചെയ്താൽ ഞാനൊരു പക്ഷത്തിന് കൂടി നിന്നല്ലേ. That is the only reason why I will end up in hell. ഞാൻ എന്നത് പഠിച്ചെന്നറിയാമോ? 1980s പാസ്റ്റർ ജോൺ സെക്രട്ടറിയ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ എത്തിക്കപ്പെട്ട 1980s. അപ്പോൾ 45 വർഷമായി. അന്ന് പഠിച്ച കാര്യമാണ്. തുറച്ചു പോകത്തില്ല. ഈ പാവങ്ങളെ ഈ രണ്ട് കൂട്ടരും കൊണ്ട് വോട്ട് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് ആസ്ഥാനത്ത് കൊണ്ടുപോവുക ഇലക്ഷൻ്റെ അന്ന് കേട്ടോ. അതുകൂടാഞ്ഞിട്ട് ഈ കാട്ടു പഞ്ചാബികളെയും ഇങ്ങനെ എല്ലാം വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് വലിയ സന്തോഷമല്ലേ വരുന്നത് വോട്ട് ചെയ്യാനായിട്ട്. ഈ വോട്ട് ചെയ്യാൻ ഇവന്റെ വണ്ടിയെ കയറി പോകുമ്പോൾ ആടിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഇവനെ കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? നരകത്തിലേക്ക്. കാരണം ദ്വന്ദ്പക്ഷം. നീ ഒരു പക്ഷത്തിന്റെ ആളായി. ഒറ്റ കാരണം കൊണ്ട് നീ സ്വർഗത്തിൽ പോകത്തില്ല. അടുത്തത് ഭിന്നത. ഓക്കെ. അസൂയ. അത് പിന്നെ നമുക്കില്ല കേട്ടോ. നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെ ഗുണമുണ്ട്. ഈ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ലോകത്തിലും ക്രിസ്ത്യാനികളുടെ അങ്ങനെ കാര്യമേയില്ല. ഏത് അസൂയ ആർക്കുമില്ല. അടുത്തത് മദ്യപാനം. അത് പിന്നെ നമ്മൾ നല്ലവരല്ലേ. അടുത്തത് വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അടുത്ത ബാക്കി വായിച്ചേ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പോഴും അത് പറയാൻ പോവാം. നീ കേട്ടോണേ. നമ്മൾക്ക് രണ്ട് ടൈപ്പാണ് നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങൾ. ഒന്ന്, പാപിയെ മാനസാന്തരപ്പെടുത്താനുള്ളത്. അവനോട് സുവിശേഷമല്ല നമ്മൾ പറയുന്നത്. യേശുവിനെ സ്നേഹിക്കുന്നു. യേശു ഒരു പാപിയെ സ്നേഹിക്കുന്നു. പിന്നെ പാപി രക്ഷപ്പെടണം, അവന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ യേശുവിനെ സൗഖ്യമാക്കുന്നു. അത് ശരിയാ, സൗഖ്യമാക്കുന്നു, ശരിയാ. യേശു നിന്നെ ആശ്ലേഷിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി കരുതുന്നു. ഇതൊക്കെ പറഞ്ഞ് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നത് പിടിച്ച് നമ്മൾ പഠിക്കാത്താക്കും. അതിനുശേഷം ഈ ചുടുക്കാര വിടുതൽ ഇത് മാത്രം പ്രസംഗിച്ച് അവനെ നമ്മളെക്കാട്ടിൽ അധമനാക്കുന്ന അവസാനം. കർത്താവ് അങ്ങനെ പറഞ്ഞു, നീ കടലും കരയും കടന്ന് ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ ചെല്ലും. ചേർത്ത് കഴിഞ്ഞിട്ടോ അവൻ്റെ നിന്റെക്കാട്ടിൽ മോശമാക്കുവാണ്. ആലോചിക്കേ. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തായിരിക്കണം. ചർച്ചിൽ പ്രസംഗ വിഷയമല്ല, ഒരിക്കലും അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രണ്ട് പ്രസംഗങ്ങൾ നമുക്കുള്ളൂ. ഒന്ന്, പാവി ഇതിനകത്ത് കൊണ്ടുവരിക. രണ്ട്, കിട്ടിയവനെ മാക്സിമം പിഴിയുക. ഒന്നും കൂടുതൽ ആളിനെ കൊണ്ടുവരിക, ഉള്ള ആടിനെ മാക്സിമം പിഴിയുക. എങ്ങനെ ആടിനെ പിഴിയുന്തോറും നമ്മുടെ കെട്ടിടത്തിൻ്റെ ഇങ്ങനെ മേളോട്ട് പോയിക്കൊണ്ടിരിക്കും, ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വ്യാപിച്ചുകൊണ്ടിരിക്കും. ദേശത്ത് മറ്റാർക്കും ഇടം ലഭിക്കാതെ കൊണ്ട്
തങ്ങൾക്ക് മാത്രം ഇടം ലഭിക്കുന്നതിന് വേണ്ടി വീടോട് വീടും വയലോട് വയലും ചേർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഭയുടെ വളർച്ച എന്ന് പറയുന്നത്. സഭയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യമാണ്. ഇതിൽ ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, ഈ നമ്മുടെ മനോഭാവങ്ങളുണ്ടല്ലോ, ദൈവത്തോട്, നമ്മളോട്, മറ്റുള്ളവരോട്. നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, 2-3 പ്രാർത്ഥിച്ചു, ദൈവം കേട്ടില്ല. അപ്പോൾ ദൈവത്തോട് നമ്മുടെ മനസ്സിൽ മുഷിപ്പുണ്ടാവും, മനോഭാവം മാറി. നമുക്ക് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു 2-3 പരീക്ഷ പോയി, ജയിച്ചില്ല, ഞാനൊന്നും എഴുതുന്നില്ല, ഞാനും പഠിക്കുന്നില്ല. എത്രയും പെൺപിള്ളേർ എന്നെ കെട്ടിച്ചു വിട്ടാൽ മതി, ഞാനും പഠിക്കാൻ പോകുന്നില്ല, എന്നെ കെട്ടിച്ചു വിട്ടാൽ മതി. അപ്പം നമുക്ക് നമ്മളോട് തന്നെയുള്ള മനോഭാവം ഉണ്ടായി. ഇനിയും അപ്പം മറ്റുള്ളവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും റോങ് ആകും. മനസ്സിലായി? ഇതിന് ആറ്റിറ്റ്യൂഡൽ സിൻ എന്ന് പറയും, മനോഭാവങ്ങളുടെ പാവം. ഈ ആറ്റിറ്റ്യൂഡൽ സിന്ന് നമ്മുടെ ക്യാരക്ടർ ഡിസോർഡറിലേക്ക് നയിക്കും. സ്വഭാവം പിന്നെ മോശമാണ്. നമ്മുടെ സ്വഭാവത്തിൽ സൗമ്യതയില്ല, ശാന്തതയില്ല, സ്നേഹമില്ല, വിനയമില്ല, താഴ്മയില്ല, ഒന്നുമില്ല. കാരണം നമ്മുടെ സ്വഭാവം കറപ്റ്റഡായി. ഇപ്പം ആറ്റിറ്റ്യൂഡൽ സിൻ പ്ലസ് ക്യാരക്ടർ ഡിസോർഡർ വന്നു കഴിയുമ്പം സ്പിരിച്വൽ സിക്നസ് ഉണ്ടാകും, ആത്മീയ രോഗങ്ങളുണ്ടാകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന 14 കൂട്ടങ്ങളുടെ പേര് ആത്മീയ രോഗങ്ങൾ എന്നാണ്. ഇത് വിശ്വാസികളുണ്ടെങ്കിൽ, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാം വിശുദ്ധന്മാരാണല്ലോ, ഞാൻ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ മറുപടി എടുക്കാം. ഒരു ദൈവവൈദ്യന് ക്യാൻസർ വന്നു, ക്യാൻസർ ഒന്നും സൗഖ്യമായില്ല, മരിച്ചു. അതവന് സ്വർഗത്തിൽ പോകാൻ തടസ്സമേ അല്ല. ഒരു രോഗവും സ്വർഗത്തിൽ പോകാൻ തടസ്സമല്ല. പക്ഷെങ്കിൽ ഈ രോഗങ്ങളിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ, അത് സൗഖ്യമായില്ലെങ്കിൽ കോൺസിക്വൻസ് എന്താ? താഴെ പറഞ്ഞു, യുവകർ പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കില്ല. അപ്പൊ ഇതിന് മരുന്നെന്തുവാ? ഈ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ ഭൂമിയിൽ എവിടെയോ ഒരു പച്ചച്ചെടിയിൽ ഒരു മരുന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ജീവിയിൽ ആ മരുന്നുണ്ട്, അല്ലയോ? എവിടെയോ ആ മരുന്നിരിപ്പുണ്ട്. അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം മനുഷ്യന് ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്, ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെന്തുവാ മരുന്ന്? നോക്കിക്കോണേ, ശരീരത്തിന് രോഗം സൗഖ്യമായില്ലെങ്കിൽ നമ്മൾ നിത്യതയ്ക്ക് അതൊരു ബാധകമല്ല, നമ്മൾ സ്വർഗത്തിൽ പോകോളും. പക്ഷെ അത് സൗഖ്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? രോഗശാന്തി ക്രൂസൈഡ് വെക്കുവീൻ. വരുവീൻ, നിങ്ങളുടെ രോഗികളെ കൊണ്ടുവരുവീൻ. ചിലർ പറയുന്നത് ഒരു ശവം കൊണ്ടുവരുവീൻ, ഞാനൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ. ഒരു ശവം കൊണ്ടുവരുന്ന ഇവനേ ശവമാണ്, അത് വേറെ കാര്യം. അപ്പം ശരീരത്തിന്റെ രോഗം നിത്യ മരണത്തിന് കാരണമല്ല. അതിനെ സ്പെസിഫൈ ചെയ്ത് പ്രസംഗങ്ങളും രോഗശാന്തി ശുശ്രൂഷ നടന്നു. അപ്പുറത്ത് കിടക്കുക 14 കൂട്ടം രോഗങ്ങൾ, അതിൽ ഒരെണ്ണം ശരീരത്തിൽ ബാക്കി കിടപ്പുണ്ടോ, ജീവിതത്തിൽ ബാക്കി കിടപ്പുണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ പോകത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത മീറ്റിംഗ് ആത്മീയ രോഗങ്ങളുടെ സൗഖ്യം. അപ്പം സൗഖ്യം വേണ്ടി വരും. കുശുമ്പുള്ളവരെല്ലാം വരിക. കുശുമ്പ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരന്മാരെല്ലാം എഴുന്നേറ്റ് നിന്നാട്ട്. കാര്യം നിന്റെ കുശുമ്പ് കൊണ്ട് നീ സ്വർഗത്തിൽ പോകത്തില്ല. അസൂയുള്ള സഹോദരന്മാരെല്ലാം എഴുന്നേറ്റാട്ട്. അസൂയുള്ള അമ്മച്ചിമാരെല്ലാം എഴുന്നേറ്റാട്ട്. എന്തിനാ ഈ അസൂയം വെച്ചോണ്ട്? ഈ പിണക്കം, മരുമകളോടുള്ള പിണക്കം ഉണ്ടല്ലോ, അവളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ എന്തുവാന്നറിയാം, അമ്മായിമ്മ എഴുന്നേറ്റ് നിൽക്കുക. അത് നിന്നെ നിത്യതയ്ക്ക് വിഘാതം വരുത്തും.
ഇനി ദ്വന്ദ്പക്ഷം. ദൈവമക്കളെ രണ്ടായിട്ട് വിഭജിച്ച്, ആ ബാച്ചുകാരൻ ഈ ബാച്ചുകാരൻ വിഭജിച്ച് വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്ന പാസ്റ്റർമാരെ, എഴുന്നേറ്റ് നിൽക്ക്. നിന്റെ ദ്വന്ദ്പക്ഷം ഒന്ന്, രോഗത്തിൽ നീ സൗഖ്യമാകണം. സൗഖ്യമായില്ലെങ്കിൽ നീ നരകത്തിൽ പോയി സ്വർഗത്തിൽ പോകത്തില്ല. മനസ്സിലായോ? ഇതാ ശരിക്കും രോഗശാന്തി ശുശ്രൂഷ. കാര്യം ഇത് മാറിയില്ലെന്ന് നരകത്തിൽ പോകും. ഇതിനു വേണ്ടി ഒരു രോഗശാന്തി ശുശ്രൂഷ നടത്തി മാം ഇതുവരെ കേട്ടിട്ടുണ്ടോ? അടുത്തത്, ഇതിനെന്താ മരുന്ന്? ഇതിന് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ചെടിക്കകത്ത് മരുന്നുണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ മരുന്ന് ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം. യേശുക്രിസ്തു പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ ചാട്ടവാറാൽ അടിക്കപ്പെട്ടപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോഗശാന്തി, ഒരു മരുന്ന് ഒഴുകി ഇറങ്ങി. For the last 2000 years, that blood flow has been running out with the healing power to heal every sickness of the spirit. നമ്മുടെ ആത്മാവിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതിനുള്ള രോഗശാന്തിയുടെ ശക്തി പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ യേശുവിൻ്റെ ചോരയുടെ ശക്തി ഈ മണ്ണിൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്ന് പറഞ്ഞ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം അവിടെ വന്നെങ്കിൽ മാത്രമേ രോഗത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അവിടെ വന്ന് റെക്കഗ്നൈസ് ചെയ്യണം. സഭയോട് പറഞ്ഞു, ഞാൻ എൻ്റെ കുശുംബനാണ്. ഈ കുശുമ്പി തള്ള മയമ്മ, ഇത്ര നാളായിട്ട് ഞാൻ എൻ്റെ മരുമകൾക്ക് ഒരു സമാധാനം കൊടുത്തിട്ടില്ല. എൻ്റെ ആ കുശുമ്പ്, ആ പിണക്ക്, ആ പക എൻ്റെ ഹൃദയത്തിൽ മാറുന്നതിന് വേണ്ടി ദൈവസഭ, ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അങ്ങനെ പ്രസംഗിച്ച് രോഗശാന്തി ശുശ്രൂഷ നടത്തിയാൽ that is the real church. Yes. And that is the real gospel. And that is the real healing. റിയൽ ഹീലിംഗ്. മറ്റേ ഡ്യൂപ്ലിക്കേറ്റാ. ഇന്ന് പോയ നാളെ തിരിച്ചു വരും. ഇന്ന് പോയ ദീനം നാളെ തിരിച്ചു വരും. കാര്യം നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരു ദീനം ഉണ്ടായേ ഒക്കത്തുള്ളൂ, അല്ലേ? പക്ഷെ ഇതോ എന്നേക്കൊണ്ട് മാറിയില്ലെങ്കിൽ നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ, അങ്ങോട്ട് പോകുകയില്ല. സോ ദാറ്റ് ഈസ് എ വെരി ലെങ്തി ആൻസർ. താങ്ക് യു വെരി മച്ച് സർ. ഈ ആത്മീക രോഗശാന്തിയുടെ ആവശ്യത്തെ പറ്റി മിക്കവാറും നമ്മളൊന്നും അത്ര ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് ഈ കൂടുന്നതല്ല. ഈ ചർച്ച് പൊളിറ്റിക്സ്, അടിയും പിടിയെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒറ്റ റീസൺ കൊണ്ട്. ദിസ് ഈസ് ദ ഓൺലി റീസൺ ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ശാരീരിക രോഗത്തിന്റെ സൗഖ്യം. അത് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് 62 വയസ്സായി. 1-2 കൊണ്ടും കൊണ്ട് ജീവിച്ചാലായി, ഇല്ലെങ്കിലായി. ഇഷ്ടംപോലെ തീരും, മേളിൽ താഴെ വരെ ഉണ്ട്, എഴുന്നേക്കാൻ വയ്യാത്തവരുണ്ട്. സൗഖ്യമായില്ലെങ്കിൽ എനിക്ക് എന്നാ കുഴപ്പം? എനിക്ക് എന്നാ കുഴപ്പം? ഐ ഡോണ്ട് ലൂസ് എനിത്തിങ്. ഇനി ഇതെല്ലാം നാളെ സൗഖ്യം വന്നിരിക്കട്ടെ, എനിക്ക് എന്നാ ഗുണം? വലിയ ഗുണമൊന്നുമില്ല. ഒരു ഗുണമില്ലെന്നാലും വലിയ ഗുണമില്ല. പക്ഷെ ആത്മാവിന്റെ രോഗങ്ങൾ സൗഖ്യമായില്ലെങ്കിലോ പോവുകയല്ല. അതാ സീരിയസ് ഡിസീസ്. ഇത് ഏതുമില്ല. പൗലോസ് പറഞ്ഞു, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. പക്ഷെ നമ്മൾ ഫോക്കസ്, അയ്യോ സഹോദരയുടെ ആ വിരളിൻ്റെ ആ നഖത്തിൻ്റെ അവിടെ കുഴിനഖം, കുഴിനഖത്തിന് വേണ്ടി എന്തോ പ്രാർത്ഥന എന്നറിയാം. കുഴിനഖത്തിന് വേണ്ടി ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ആ കുന്ന കയറി എടുത്ത് കളയുന്നുണ്ട്, തീരുന്ന കാര്യമുള്ളൂ, അല്ലേ? പക്ഷേ അപ്പോഴും നിന്റെ പകയുണ്ടല്ലോ, അകത്തെ പക, അത് ഏത് ഡോക്ടർ കീറിയെടുത്ത് കളയും? ഏത് സർജന് നിന്റെ കുശുമ്പ് കണ്ടിച്ചു മാറ്റാൻ കഴിയും? അല്ലേ? നിന്റെ കുശുമ്പേ ഏത് സർജന് അത് കണ്ടിച്ചു മാറ്റാൻ കഴിയും? ഏതാ ഗൗരവം? നമ്മൾ ഏറ്റവും
മേജർ ഓൺ മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്രധാനമായ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുകയും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. യെസ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുക. ഉം. ആ ലെവലിൽ എത്തി നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഇപ്പം. ഉം. ഓക്കെ, Okay. Thank you very much, sir. It was a very convincing answer. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് അടുത്തതും. ദൈവരാജ്യം എന്നത് ഒരു അനുഭവമാണെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ദൈവരാജ്യത്തിലെ അനുഭവം ഉണ്ടാകയില്ല എന്നതിലേറെ നിത്യത നഷ്ടമാകയില്ല എന്നും പഠിപ്പിക്കുന്നവരുണ്ട്. ഇതിനൊരു വ്യക്തത പറഞ്ഞു തരാമോ? ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു ചോദ്യമാണ്. ഞാനൊന്ന് ശ്രമിക്കാം പറയാനേ. ഓക്കെ. വ്യക്തമാവുന്നല്ലോ എനിക്ക് ഉറപ്പില്ല. അതിൽ കൂടുതൽ വ്യക്തമാക്കാനുള്ള കഴിവ് എനിക്കൊരു ഇല്ലതാനും. ഇപ്പം തടിയുടെ പുളവ് കൊണ്ട് ആശയയുടെ കുറവുണ്ടല്ലോ, എനിക്ക് അതിൽ കൂടുതൽ വ്യക്തമാക്കാനുള്ള ഒരു കഴിവില്ല, എനിക്കില്ല. അപ്പം ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം. അതുകൊണ്ട് വ്യക്തമാകണമെന്നില്ല. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല? ഞാൻ ഒരു എക്സാമ്പിൾ പറയാമേ. ഇന്ത്യ, മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ വൈസ്രോയി ആയിരിക്കുന്ന കാലത്ത് അയാളുടെ കൊച്ചുമോളൊരു മേരി, 18 വയസ്സുള്ള പെണ്ണിനെ ഇന്ത്യയെ കൊണ്ടുവന്ന് ഒരു വലിയ ഫിലിമിൽ അഭിനയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ സൈറ്റിൽ വെച്ച് ഇവളുടെ കാലിൽ ചൂടുവെള്ളം വീണു. ഇവിടെ അനങ്ങുന്നില്ല. എല്ലാവരും ഷോക്കായിപ്പോയി. ഒരാളൊരു പാത്രത്തിൽ തിളച്ച വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് കുറേശ്ശെ കാലിൽ ഒഴിക്കാൻ തുടങ്ങി. യാതൊരു അനക്കമില്ല അവൾക്ക്. അപ്പം മനസ്സിലായി അവൾക്ക് ലെപ്രസിയാണ്, കുഷ്ഠമാണെന്ന് മനസ്സിലായി. ആ ഫിലിം പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവൾ UK തിരിച്ചു വരിക. അതിനുശേഷം അവളുടെ നേതൃത്വത്തിലാണ് ഈ ഫൈറ്റ് അഗൻസ്റ്റ് ലെപ്രസി വലിയ മൂവ്മെന്റ് തുടങ്ങി. ഒരു അധികം പണം റേസ് ചെയ്ത് റിസർച്ച് ഫീൽഡിൽ കൊടുത്ത് ലെപ്രസി പൂർണ്ണമായി UK തുടച്ചു മാറ്റുന്നത്. അപ്പോഴത്തേക്ക് അവൾ അതിൻ്റെ തീർന്നു, ശരീരം മുഴുവൻ ഇത് ബാധിച്ചു. ക്വസ്റ്റ്യൻ: യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ബട്ട് യു ഡോണ്ട് ഗെറ്റ് ദി എക്സ്പീരിയൻസ്. തിളച്ചോണം നിന്റെ കാലേ വീണു, നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? സീരിയസ് പ്രോബ്ലം ഇനി അല്ലേ? അപ്പൊ ദൈവരാജ്യത്തിലായിരിക്കുന്ന ആള് രാജ്യത്ത് കിങ്ഡം എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ നീ രണ്ടൊരു ചത്തു, വേരറ്റു, ആശയ്ക്ക് വകയില്ല. അതാണ് യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഒരിക്കൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്നു, പാപമെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു, പാപസംബന്ധമായി മരിച്ചു. ഫസ്റ്റ് ഡെത്ത്, പാപസംബന്ധം മരിച്ചു. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, ക്രിസ്തുവേശുവിന്റെ ജീവൻ സ്നാനമേറ്റ് നിങ്ങൾ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുന്ന അവന്റെ സ്നാനത്തിൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. പഴയ മനുഷ്യനെ പ്രവൃത്തിയോടുകൂടി കൊണ്ട് കുഴിഞ്ഞു കളഞ്ഞു. അതിനകത്ത് ആ സ്നാനക്കുളത്ത് ഇട്ടു. ഇനി അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടുന്ന് ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാ. ഈ ജീവന്റെ പുതുക്കത്തിൽ നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ പഴയത് തിരിച്ചു വന്നു. അപ്പം ഉള്ളിൽ ഉരുവായ ആത്മീയ ശിശു ഉണ്ടല്ലോ, ക്രിസ്തുവേശു ഉരുവായ ആത്മീയ ശിശു, അതിനെ കേറ്റർ ചെയ്യാഞ്ഞുകൊണ്ട് അതങ്ങ് ചത്തുപോയി, മരിച്ചുപോയി. വേരറ്റു. ദൈവജനത്തിലൊക്കെ ആഴത്തിൽ വേരിറങ്ങേണ്ടത്. ദൈവത്തോട് ചോദിച്ചാൽ പറയും, ഇനി ഇവനെ കൊണ്ട് ഒരാശയ്ക്കും വകയില്ല. രണ്ടൊരു ചത്തു, വേരറ്റു, ആശയ്ക്ക് വകയില്ല. ഇങ്ങനൊരു ലാർജ് മെജോറിറ്റി ക്രിസ്ത്യാനികളുണ്ട്. പറയുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അല്ല, എന്തോ ശരിയാ, അല്ല എന്തോ ഇപ്പം ഒരു വാട്സ് യുവർ റിലിജിയൻ, ക്രിസ്ത്യൻ അല്ല, എന്തോ എഴുതാൻ കാര്യവൻ ഹിന്ദു ആയിട്ടില്ല ഒരിക്കലും.
അതെ. മുസ്ലിമായിട്ടില്ല. ജനിച്ചതേ പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ. ക്രിസ്ത്യാനി എഴുതാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ ക്രിസ്ത്യാനിയാണോ? അതെ. ഇവൻ ക്രിസ്ത്യാനിയൊന്നുമല്ല. ഉം. അപ്പം കിങ്ഡം എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല. എന്താ കിങ്ഡം എക്സ്പീരിയൻസ്? നീതി, വിശുദ്ധി. സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഉം. നീതിയും സമാധാനവും സമാധാനവും പരിശുദ്ധാത്മാവും. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഒന്ന്, you don't get the righteousness of God, you don't feel that you are made righteous by God. ഉം. നീ ദൈവവുമായിട്ട് സമാധാനത്തിലായില്ല. ഉം. ദൈവീയ നീതി നിനക്ക് ഇതുവരെ ലഭിച്ചില്ല. ഉം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടില്ല. ഉം. അവർ റൈച്ചസ്നസ് ഇല്ല, ഉം. സമാധാനമില്ല. ഉം. ആത്മസന്തോഷം, പരിശുദ്ധാത്മ സന്തോഷം എന്ന് പറയുന്നില്ല. ഉം. ഇപ്പം പള്ളി പോകുന്നുണ്ട്, ഉം. സ്തോത്രാഴ്ച ഇടുന്നുണ്ട്, ചിലപ്പോൾ പാട്ടും കൈയൊക്കെ അടിക്കുമെങ്കിൽ ആർക്കറിയാം. ഉം. പിന്നെ ചില്ലറ വേലകളൊക്കെ കാണിച്ചു വെച്ചിട്ട് കമ്മിറ്റിയിലൊക്കെ ഉണ്ട് പുള്ളി. ഈ പുള്ളിയായിരിക്കും മിക്ക സെക്രട്ടറി. ഉം. കമ്മിറ്റിയിലൊക്കെ സെക്രട്ടറി ആകുമ്പോൾ ഒരു ഗുണമുണ്ട്, ഇച്ചിരിയൊക്കെ അടിച്ചു മാറ്റാം അതിനകത്തുനിന്ന്. ഉം. പൈസയൊക്കെ പുള്ളിയിൽ ഇരിക്കുന്നത്. ഉം. അപ്പം പുള്ളി വലിയ ആളാണ്. ബട്ട് ഹി ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. ഉം. കിങ്ഡം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ സംതിങ് സീരിയസ്ലി റോങ് Seriously ഇൻ wrong. എന്നുള്ളത് മനസ്സിലാക്കണം. യെസ്, ദാറ്റ് ഈസ് ഓൾ മൈ ആൻസർ, മാം. യെസ് യെസ്, താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ചോദ്യം ഇതാണ്: ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് യഹൂദന്മാർക്കല്ലേ ബാധകമാകുന്നത്? ജാതികളായ നാം ന്യായപ്രമാണം, യാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇച്ചിരി ഡിഫിക്കൽട്ടായ ചോദ്യമാണ്, പറഞ്ഞൊരു നോക്കാം നമുക്ക് വന്ന്. ന്യായപ്രമാണം യഹൂദന് കൊടുത്തതാണ്. നമുക്ക് ന്യായപ്രമാണം ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. യെസ്, ഫെയർലി നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അത് 50% മാത്രമേ അതിൻ്റെ ആൻസർ ആകുന്നുള്ളൂ. ദി അതർ 50% ഓഫ് ദി ആൻസർ റോമാലേഖനത്തിൽ പറയുന്നത് ന്യായപ്രമാണം ലഭിച്ചിട്ടില്ലാത്ത ജാതികൾ, മോശ മുഖാന്തരം അവർക്ക് ന്യായപ്രമാണം കിട്ടി, ഇവർക്ക് ലഭിച്ചില്ലാത്തവർ ന്യായപ്രമാണത്തിലെ നീതി നിവർത്തിക്കുമ്പോൾ അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. മീൻസ് ആ പ്രമാണത്തിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. കേട്ടോണേ, ന്യായപ്രമാണത്തിലാണ് കൊല ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മോശയ്ക്ക് കൊടുത്ത പ്രമാണമില്ലയോ? നമുക്കല്ലല്ലോ, നമുക്ക് അവനെ കാഴ്ചകളെ ഒഴിവുള്ളവരല്ല, അല്ലേ? അല്ല. അടുത്തത് ന്യായപ്രമാണത്തിലെ മോറൽ ലോ എന്ന് പറയും. ന്യായപ്രമാണത്തിലെ മോറൽ ലോ എന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും ഒഴിവുള്ളവരല്ല. ന്യായപ്രമാണത്തിലെ എക്ലീസിയാസ്റ്റിക്കൽ ലോയും ന്യായപ്രമാണത്തിലെ ലോ ഓഫ് ഡയറ്ററി ലോ ആൻഡ് ക്ലെൻലിനെസ്, ഇത് മാത്രമേ ജാതികൾ ആപ്ലിക്കബിൾ അല്ലാത്തതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി മുഴുവനും ജാതികൾക്ക് ആപ്ലിക്കബിൾ ആണ്. മോശ മുഖാന്തരം യഹൂദന് ന്യായപ്രമാണം ലഭിച്ചത് യഹൂദനെ കെട്ടിപ്പിടിച്ചു വെക്കാനല്ല. ഈ നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാനാ. ദൈവത്തിന്റെ വിഷൻ വേൾഡ് വിഷൻ ആണ്. ഗാന്ധി മറ്റേ പറഞ്ഞിട്ടുണ്ട്, തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്ന്.
ചിന്തിക്കുമ്പോൾ ഗ്ലോബലായിട്ട് ചിന്തിക്കണം. ഗ്ലോബലൈസ്. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് തുടങ്ങാനൊക്കത്തുള്ളൂ. ആക്ട് ലോക്കലി. ലോക്കലി. അപ്പം യഹൂദൻ എന്ന ചെറിയ സമുദായത്തിന് വിഭാഗത്തിന് ന്യായപ്രമാണം കൊടുത്തത് അവർക്ക് കെട്ടിപ്പിടിച്ചിരിക്കാനല്ല, അവർക്ക് ലോകം മുഴുവൻ കേട്ടിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം തീർത്തിന് മോശം പറയാം. ഈ നിങ്ങളെ കാണുമ്പം ആൾക്കാർ പറയും ഇതെത്ര വിശിഷ്ട ജാതിയാ, ഇങ്ങനെയുള്ള പ്രമാണം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അവരാ പ്രമാണത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വരും. സോ യു ഷുഡ് ഗീവ് ദം ദ ലോ, ന്യായപ്രമാണം. എന്തുകൊണ്ട്? അവർക്ക് പറയാം അത് നിങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് മാത്രം ബാധകമാണ്. നിങ്ങൾ പോയി കൊലപാതകം ചെയ്തു, നിങ്ങൾ വ്യഭിചാരം ചെയ്തു, നിങ്ങൾ മോഷ്ടിച്ചു, നിങ്ങൾ പിടിച്ചു ചോദിച്ചു, ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം എല്ലാവർക്കും ബാധകമാണ്. വ്യത്യാസം, യഹൂദന് കല്ലിൽ എഴുതി ന്യായപ്രമാണം കൊടുത്തു. ജാതികൾക്ക് അവന്റെ ഹൃദയത്തിൽ മനസാക്ഷി എന്ന് പറയുന്ന കോൺഷ്യസ്നസ് കൊടുത്തു. രണ്ടുപേർക്കും പ്രമാണമുണ്ട് അല്ലേ? അതിൽ കിട്ടാത്തത് ലോ ഓഫ് ക്ലെൻലിനെസ്സും ഡയറ്ററി ലോ, അതൊന്നാണ് ഡയറ്ററി ലോ, ലോ ഓഫ് ക്ലെൻലിനെസ്സും. പിന്നൊന്ന് അവർക്ക് ബാധകമല്ലത്, സമ്മതിച്ചു. പക്ഷെ ബാക്കിയോ അവരുടെ ഹൃദയത്തിലുണ്ട്. മനസാക്ഷി അവർ ദൈവസന്നിധി പറയും, അവന്റെ തേങ്ങ മോട്ടിക്കാൻ കയറാൻ നേരത്ത്, തേങ്ങ പൊട്ടിക്കാനത്ത് 1000 പ്രാവശ്യം അവനോട് പറഞ്ഞത് അവന്റെ തേങ്ങ നിന്റെ അല്ല, അവന്റെ തേങ്ങ നിന്റെ എടുക്കുന്ന മനസാക്ഷി വിരോധമായിട്ട് പറയും. തീർച്ചയായിട്ടും. So that is the first part of the answer. ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അടുത്ത ഭാഗം ചോദിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്നത് ഭൗതിക നന്മകളാണോ അതോ വിശ്വാസത്താലുള്ള നീതീകരണമാണോ? അബ്രഹാം പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെട്ടല്ലോ, ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ. നമ്പർ 1, അബ്രഹാമിനെ ദൈവം തന്റെ സ്നേഹിതനായിട്ട് തിരഞ്ഞെടുത്തു. സോ Abraham's children are God's people. ഒന്നാമത്തെ അനുഗ്രഹം പ്രോമിസാണ്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. 2, ഒരു ലാൻഡ്സ്കേപ്പ് കൊടുത്തു. ഇത് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ശാശ്വതാവകാശം തരാൻ പോകുന്നു പറഞ്ഞു. 2, മൂന്നാമത് ദൈവവുമായിട്ട് ഒരു ഉടമ്പടി വെച്ചു. കവനന്റ്. ദൈവം അവരെ തൻ്റെ ജനമായി ഒരിക്കൽ ചേർത്തുകൊള്ളുന്നു. അടുത്തത്, ദൈവം അവർക്ക് പിതാക്കന്മാരും ന്യായപ്രമാണവും കൊടുത്തു. ആൻഡ് ദ ലാസ്റ്റ്, ദൈവം അവർക്ക് ഒരു സന്തതിയെ വാഗ്ദത്തം ചെയ്തു. അത് കർത്താവായ യേശുക്രിസ്തു. ഇനി നമ്മൾ ക്രിസ്തുവേശുവിൽ കൂടെ ജാതികൾക്ക് ഇതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി മുഴുവൻ കിട്ടും. ആ ഒന്ന് പലസ്തീൻ നാട്ടിലുള്ള അവകാശമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അബ്രഹാമിന്റെ സന്തതിയാണ്, വിശ്വാസത്തെ. അതുകൊണ്ട് എനിക്കും 2 ഏക്കർ വസ്തു പതിച്ചേർന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടി ജാതികൾക്ക് അനുഗ്രഹം ഇത്രയൊക്കെയാണ്. അതിനകത്ത് സ്പിരിച്വൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു സ്വർഗസ്ഥനായ ദൈവം സ്പിരിച്വൽ അല്ലേ? സോ ഫുൾ മുഴുവൻ നീതീകരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്. യെസ് മാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. യു വെൽക്കം. അടുത്ത ചോദ്യം 1 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ചോദ്യം ഇതാണ്:
ഇവിടെ ആത്മീക ഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ സ്പിരിച്വൽ സാക്രിഫൈസ് ടു ബി ഓഫേർഡ് ബൈ അസ് ദ എലക്ട് ഓഫ് ഗോഡ്? ദൈവസഭയ്ക്ക് ധാരാളം സാമ്യ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്, അനാലജീസ്. അതുപോലെ അന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബിൽഡിങ്, ക്രിസ്തുവേശു എൻ്റെ മൂലകല്ലാണ്. ആ കല്ലിനോട് ചേർത്ത് നിങ്ങളെ പണിയുക. ഒരു കല്ലിന് ഒരു അപ്പോസ്തലൻ നിന്ന, മറ്റൊരു കല്ലിന് ഒരു പ്രവാചകൻ നിന്ന, വേറൊരു കല്ലിന് ഒരു ഇടയൻ നിന്ന, വേറൊരു കല്ലിന് എൻ്റെ പേര് ഉപദേഷ്ടാവെന്നാണ്. ഇങ്ങനെ പണിത് വരിക ക്രിസ്തുവേശു എന്ന ബേസിസിൽ. അപ്പോൾ ഈ കല്ലുകളെല്ലാം ചെയ്യുന്നത് ദൈവത്തിന് അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നമ്മളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ഏത് അവിടെ പറഞ്ഞ ആത്മീയയാഗം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന നമ്മുടെ വിശുദ്ധ ആരാധനയാണ് ആത്മീയയാഗം. അതായത് പഴയ നിയമത്തിൽ അവൻ്റെ ആടിനെ കൊണ്ട് വരിക ആരാധനയ്ക്ക്. നമ്മളോ a heart full of thanksgivings, a heart full of thanks, we're going to worship the same God. അല്ലേ? നമ്മുടെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മൾ വരിക. മറ്റവന് ഒരാടിനെ കൊണ്ടുവരിക. അപ്പോഴും അവൻ്റെ മനസ്സിൽ കർത്താവേ, ഇതുവരെ ചെയ്ത പാപം ഈ ആടിനെ കൊണ്ട് തീരും. ഇത് കഴിഞ്ഞിറങ്ങിയാണ് ഇവൻ്റെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടായോ? ഇവൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടല്ല. ഇവൻ വീണ്ടും പാപം ചെയ്യും. വീണ്ടും അടുത്ത ആഴ്ച അടുത്ത ആടിനെ കൊണ്ട് വന്നേ ഒക്കത്തുള്ളൂ, അല്ലേ? അപ്പം ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. യെസ്, താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ.